നല്ലവനായ ദൈവത്തിൻ്റെ കൃപയാല് ഒരിക്കൽ കൂടി ഒരു സായം സന്ധ്യയിൽ അല്പസമയത്തേക്കാണെങ്കിലും നമ്മയൊക്കെയും അവിടുന്ന് വിളിച്ചിരിക്കുന്നു. അങ്ങേ അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട്, അവിടുത്തെ ആരാധിക്കുവാൻ, അവിടുത്തെ സ്തുതിക്കുവാനായിട്ട്, അവിടുത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട്. കർത്താവിൻ്റെ വലിയ കൃപയ്ക്ക് നമ്മൾ ഓരോ ഇടങ്ങളിലാണെങ്കിലും നമ്മൾ ശാരീരികമായിട്ട് അകന്നുള്ള മാനസികമായിട്ടുള്ള ഐക്യത്തിൽ ഈ ഒരു സമയങ്ങളിൽ കുറച്ച് സമയങ്ങൾ ഒരുമിച്ചാകുവാനുള്ള ആ ഒരു കൃപ, ഒരു വരം ഈശോ നൽകുന്നതിന് ഒത്തിരി നന്ദികൾ അർപ്പിച്ചുകൊണ്ടിരിക്കാം. വിവിധ ആവശ്യങ്ങളിലും വിവിധ വേദനകളിലും വിവിധ ദുഃഖങ്ങളിലുമൊക്കെ ആയിട്ട് കടന്നു വന്നിരിക്കുന്ന നമ്മെ എല്ലാവരെയും കർത്താവിൻ്റെ ആ കരസ്പർശനം ഉണ്ടാകുവാനായിട്ട് വലിയ സന്തോഷവും വലിയ നിറവും വലിയ അനുതാപത്തോടു കൂടി തന്നെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമൊക്കെ നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടി നമ്മുടെ എല്ലാ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്കുമൊക്കെയും കർത്താവിൽ നിന്നൊക്കെ ഉത്തരം ലഭിക്കുവാൻ വേണ്ടുന്ന കൃപയ്ക്കായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വലിയ കൃപ നമ്മുടെ മേലുണ്ട്. അവിടെ നമ്മോട് കൂടെ ആയിരിക്കും. നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും, നമ്മളായിരിക്കുന്ന ഭവനങ്ങളെയും, പ്രത്യേകം ഈ ശുശ്രൂഷ നടക്കുന്ന ഭവനത്തെയും ഒക്കെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. വലിയ വിശ്വാസത്തോടെ കരുണാമയനായ കർത്താവിനെ സ്തുതിക്കാം. സിംഹാസനസ്നായ കർത്താവ്, ആ കുഞ്ഞാടിന് എന്നും ആരാധനയ്ക്ക് സ്തുതിക്കും യോഗ്യനായിരിക്കുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഒരു മനസ്സോടുകൂടി തന്നെ കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. ദൈവത്തെ അനുസരിക്കുക വലിയ ബഹുമതിയും അവിടുത്തെ അംഗീകരിക്കുക ദീർഘായുസ്സുമാണെന്ന് വചനം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി സർവശക്തനും ഏകനും എല്ലാ സൃഷ്ടികളുടെയും ഉടമയും ഓരോ സൃഷ്ടിയും അസ്തിത്വം നൽകിയെല്ലാം നയിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ പിതാവ് രാജാതിരാജനെ സ്തുതിച്ചുകൊണ്ട് ആരാധിക്കാം. അവിടുത്തെ മാംസം ധരിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്ന യേശുവിനെ ഈ നിമിഷം നമ്മുടെ ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിൽ നിന്ന് വരം ലഭിച്ചാൽ അല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തെ ഓർത്ത് നമ്മെ എല്ലാവരെയും സമർപ്പിച്ച് വിവിധ ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, ഉള്ളങ്ങളെല്ലാം ദൈവകരസ്പർശനത്തിന് വേണ്ടി ഈ നിമിഷം സമർപ്പിച്ചുകൊണ്ട് വലിയ വിശ്വാസത്തോടെ തീഷ്ണതയിൽ വേദനിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, നമ്മെ വിട്ടുപിരിഞ്ഞു പോയവരെ കുറിച്ചുള്ള സങ്കടങ്ങൾ എല്ലാം കർത്താവിന്റെ പദ്ധതിയാണെന്നുള്ള വലിയ വിശ്വാസത്തോടെ, അവിടത്തേക്ക് എല്ലാവരെയും കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ള വിശ്വാസത്തോട് കൂടി തന്നെയായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയ രാജനെ, സിംഹാസനനായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. വലിയ വിശ്വാസം, വലിയ തീഷ്ണതയിൽ ദൈവത്തെ അനുസരിച്ചുകൊണ്ട്, അവിടുത്തെ അംഗീകരിച്ചുകൊണ്ട്, അവിടുത്തെ നാഥനായി സ്വീകരിച്ചുകൊണ്ട് അനേക മക്കൾ ദൈവത്തിൽ അകന്നു പോകുമ്പോൾ ഈ ചെറിയ കൂട്ടായ്മയിലൊക്കെ ആയിരിക്കുവാനായിട്ട് ദൈവമേ ഞങ്ങളെ അനുവദിക്കുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നന്ദി. വലിയ തീഷ്ണതയിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ കടന്നു വരണമേ, കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയൊരനുഭവത്തിന് വേണ്ടി തീക്ഷ്ണമായി അഭിലഷിച്ചുകൊണ്ട് താരങ്ങളുടെ വഴിയിലൂടെ കടന്നു പോകും. ഒന്ന് ചേർന്ന് പാടി സ്തുതിക്കാം. സിംഹാസനസ്ഥനായ കുഞ്ഞാടിന് എന്നേരവും സ്തുതി ആരാധന. ബഹുമാനവും നിത്യമഹിമയുമേ. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. ബഹുമാനവും നിത്യമഹിമയുമേ. സിംഹാസനസ്ഥനായ കുഞ്ഞാടിന് എന്നേരവും സ്തുതി ആരാധന.
മഹിമയുമേ. ഇഷ്ടമായി നമ്മിൽ ഒരുവനായി നമ്മളിലേക്ക് കടന്നു വന്ന ഈശോ മാംസം ധരിച്ചു മനുഷ്യനായി നമ്മെ പഠിപ്പിക്കുവാൻ വേണ്ടി നമ്മളെ അനുഭവത്തിലേക്ക് നയിക്കുവാൻ വന്ന കർത്താവിനെ സ്തുതിക്കട്ടെ. എല്ലാ ബഹുമതിക്കും അർഹതനായിരിക്കുന്ന കർത്താവിനെ നിമിഷം അല്പസമയത്തേക്കെങ്കിലും സ്തുതിച്ചെല്ലാം മറന്ന് ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ, പ്രകാശമായി വന്ന ഈശോ, ഈശോയെ നന്ദി. ഹല്ലേലൂയ. മാംസം ധരിച്ചൊരു വചനമേ നീ, ജീവവചനങ്ങളെനിക്കായി പകരണമേ. ചേർന്ന് കടന്നു വരട്ടെ, എല്ലാം സമർപ്പിക്കാം. ഇരുളിൽ പ്രകാശമായി വീശുവോനേ, ദീപനാളം തെളിച്ചിടണേ. കർത്താവേ, ഇരുളിൽ പ്രകാശമായി വീശുവോനേ, ദീപനാളം തെളിച്ചിടണേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഈശോയേ, ബഹുമാനവും നിത്യമഹിമയും എല്ലാ മഹിമയ്ക്ക് പാത്രമായ ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ആവിന്റെ കൃപ ഒഴുകട്ടെ. ബഹുമാനവും നിത്യമഹിമയുമേ. ഈശോയുടെ കൃപയോടെ ഒഴുകട്ടെ. ഈ സായം സന്ധ്യയിലേക്ക് ഒരു ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ. കുരിശിൽ ബലിയായി മരിച്ച കർത്താവേ, അവിടുത്തെ കരങ്ങൾ ഞങ്ങളുടെ നേരെ നീട്ടണമേ. വലിയ തീഷ്ണതയില് ഹല്ലേലൂയ. ശിവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു. ശിവേ സ്തുതി. കർത്താവിന്റെ കൃപ, യേശുവേ ആരാധന. ഹല്ലേലൂയ. ശിവേ നന്ദി. ഹല്ലേലൂയ. കുരിശിൽ ബലിയായി മരിച്ചവനേ, തിരുനീളം ചൊരിഞ്ഞെന്നെ കഴുകണമേ. കുരിശിൽ ബലിയായി മരിച്ചവനേ, അവനൊന്ന് കഴുകണമേ. തിരുനീളം ചൊരിഞ്ഞെന്നെ കഴുകണമേ. ഈശോ കഴുകി നമ്മെ വെടിപ്പാക്കട്ടെ. മുറിവേറ്റ കരമൊന്നു നീട്ടണമേ, എന്നെ മാറാത്ത രോഗങ്ങൾ മാറ്റണമേ. മുറിവേറ്റ കരമൊന്നു നീട്ടണമേ, മാറാത്ത രോഗങ്ങൾ മാറ്റണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ചേർന്ന് പാടട്ടെ. ബഹുമാനവും നിത്യമഹിമയുമേ. ആവർത്തിച്ച് പാടാം. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കട്ടെ. ഓരോ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവിനെ ആരാധിക്കുന്നു. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഹൃദയത്തിന്റെ വാതിൽ ധരിക്കുന്ന ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ആവർത്തിച്ച് പാടാം. ആവർത്തിച്ച് ഹല്ലേലൂയ. മഹത്വപ്പെടുത്തട്ടെ. സർവ മഹത്വങ്ങളും ഈശോയ്ക്ക്. മനുഷ്യ മഹത്വങ്ങളിലേക്ക് പോകാതെ കർത്താവിന്റെ മഹത്വം ഈ നിമിഷം നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം. മനുഷ്യരിലേക്ക് നമ്മൾ മഹത്വം വെച്ചിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്ന ഹൃദയത്തോടെ ആകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കാം. യേശുവേ നന്ദി. യേശുവേ സ്തുതിക്കാം. ഹല്ലേലൂയ. 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 യേശുവേ സ്തുതിക്കാം.
Praise the Lord. Praise the Lord. കർത്താവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന നിമിഷം നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ തുറന്ന് മരവിച്ചു പോയ മനസ്സിനെയൊക്കെ കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആഴമായ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരാം. ഈ നിമിഷം അചഞ്ചലമായ സ്നേഹങ്ങൾക്ക് അനുഭവിച്ച് വ്യവസ്ഥകളില്ലാതെ ഒരു ഉപാധിയുമില്ലാതെ നമ്മെ അത്രയധികമായി സ്നേഹിക്കുന്ന അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ മുൻപിലേക്ക് അവയൊക്കെ ഈ നിമിഷം ധ്യാനിച്ചുകൊണ്ടായിരിക്കാം. കർത്താവേ, അങ്ങേ സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നുണ്ട്. എങ്കിലും ദൈവമേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ പലപ്പോഴും അങ്ങിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ആഴമായ വിശ്വാസങ്ങൾ നമ്മളിൽ ഉള്ളിലേക്ക് കടന്നു വരുവാൻ വേണ്ടി തീക്ഷ്ണമായി അഭിലഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലെ കരങ്ങളൊക്കെ നീട്ടി ഈശോയുടെ സ്നേഹത്തിന് വേണ്ടി, അവിടുത്തെ വലിയ അനുഭവത്തിന് വേണ്ടി നിമിഷമായിരിക്കാം. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിക്കുന്നു പറഞ്ഞിരിക്കുന്ന വചനത്തെ നിമിഷം ധ്യാനിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു. ഹൃദയ പരമാർത്ഥതയുള്ളവർക്ക് ആത്മാവിൻ്റെ ആഴങ്ങളിൽ അനുഭവിക്കുവാൻ സാധിക്കുന്ന നമ്മെ തലോടുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ നിമിഷം നമുക്കൊരു നിമിഷം ആഗ്രഹിക്കാം. നമ്മെ മാറോട് ചേർക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന യേശുവേ നന്ദി. ഹല്ലേലൂയ. ഭൂമിയിൽ ആർക്കും, ഒരു വ്യക്തിക്കും തരുവാൻ സാധിക്കാത്ത, ഒരു വസ്തുവകകൾക്കും സാധിക്കാൻ പറ്റാത്ത കർത്താവിൻ്റെ വലിയ സ്നേഹം രുചിച്ചറിയേണ്ടത് നമ്മുടെ കടമയാണ്. ഇത്രയും കാലമൊക്കെയും അവിടുത്തെ അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് നന്ദി പറയാതെ പോയ നിമിഷങ്ങളൊക്കെ ഒത്തിരി. ദൈവസ്നേഹം അനുഭവിച്ചാൽ അവൻ നന്ദി പറയാതിരിക്കുവാൻ സാധിക്കുകയില്ല. കർത്താവി, ആ ഒരു സ്നേഹത്തിന് വേണ്ടി ആത്മാവിൻ്റെ ആഴങ്ങളിൽ കർത്താവി അവിടുത്തെ സ്നേഹം അറിയുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയണമേ കർത്താവേ. പാപികളായിരിക്കുന്ന ഞങ്ങളുടെ മേൽ, ഞങ്ങൾക്കുള്ളവരുടെ മേൽ, ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്നവരുടെ മേൽ കർത്താവേ സ്നേഹത്തിൻ്റെ കണികകൾ ചൊരിഞ്ഞ് ദൈവമേ അങ്ങേക്ക് സമനായിരിക്കുവാനായിട്ട്, അങ്ങയുടെ ഇഷ്ടങ്ങൾ നിറവേറ്റുവാനായിട്ട് കർത്താവേ ഞങ്ങളുടെ പ്രവൃത്തി മേഖലകളിലെല്ലാം ഞങ്ങളാവുന്നിടത്തെല്ലാം ഈശോ ഞങ്ങളുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ വേണ്ടുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു നിമിഷം സ്തുതിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹാല 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 ഹാല. യേശുവേ നന്ദി. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരട്ടെ, എഴുന്നള്ളി വരണമേ. വലിയ വിശ്വാസമായി, സ്നേഹമായി കടന്നു വരണമേ കർത്താവേ. ഓരോ ദിവസത്തെ ആവശ്യങ്ങളിലേക്ക് അവിടുന്ന് ഒഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ്റെ ആഴങ്ങളിൽ കർത്താവിൻ്റെ സ്നേഹമേ നിമിഷം നമുക്കറിയാം. തീക്ഷ്ണമായിട്ട് കണ്ണുകളൊക്കെ അടച്ച് ദൈവമേ ഞങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. ഈശോയേ നന്ദി. ഹല്ലേലൂയ. അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോടു പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. ചേർന്ന് പാടാം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം ഈശോയേ നിറഞ്ഞ തലോടലായി എന്നും യേശുവേ. മനസ്സിൻ ഭാരമെല്ലാം നിന്നോട് പങ്കുവച്ചു, മാറോടെന്നെ ചേർത്തണച്ചു. എന്തൊരാനന്ദം,
എത്രമാത്രം ആനന്ദമാണെന്ന് അനുഭവിച്ചവർക്കറിയുവാൻ പറ്റും. വലിയ നിറഞ്ഞ സന്തോഷമുള്ളിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കർത്താവേ, ഒരു നാളിൽ ഞാനും അങ്ങേ തിരിച്ചറിയും കർത്താവേ. ആ ഒരു വിശ്വാസം എന്നെ നിറയ്ക്കുകയും ആ ദിനങ്ങളൊക്കെ അടുത്തു വരുവാനും ഈശോയിടയാവുകയും ചെയ്യും. ഉള്ളിൻ്റെ ഉള്ളിലേക്ക് കൃപയായി മഴയായി അവിടെ നിന്ന് കടന്നു വരണമേ ഈശോ. വലിയൊരു ആനന്ദത്തിന് ഉടമകളാക്കി കർത്താവ് ഞങ്ങളെ അവിടെ നിന്ന് മാറ്റണമേ. ഒരു നാൾ നാഥനെ ഞാൻ തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഒരു നാൾ നാഥനെ ഞാൻ ആവി തിരിച്ചറിഞ്ഞു, തീരാത്ത സ്നേഹമായി അരികിൽ വന്നു. ഉള്ളിൻ്റെ ഉള്ളിൽ നീ കൃപയായി മഴയായി നിറമാർന്നൊരനുഭവമായി. എന്തൊരാനന്ദം, എന്തൊരാനന്ദം. ആത്മാവിനാഴങ്ങളിൽ അറിഞ്ഞു നിൻ ദിവ്യ സ്നേഹം. നിറഞ്ഞ തലോട് ഒരു തലോടായി കടന്നു വരണമേ. എന്റെ ഈശോയെ അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, മനസ്സിൻ ഭാരമേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നോട് പങ്കുവച്ചു. ഈശോയെ നന്ദി. മാറോടെന്നെ ചേർത്തണച്ചു. ഹല്ലേലൂയ, എന്തൊരാനന്ദം, ഈശോയെ നന്ദി. എന്തൊരാനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ശിവേ, ശിവേ, ശിവേ. യേശുവേ, ആരാധന, നമ്മെ സ്പർശിച്ച ആ സ്നേഹത്തെ ആ വിശ്വാസത്തോടെ ആയിരിക്കുകയും ആ സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളങ്ങളെയൊക്കെയും മനതാപത്തിലേക്ക് കറകളെയും മുള്ളുകളെയും എല്ലാം പിഴുതുകളയുവാൻ കഴിവുള്ള ഏകദൈവമായ നമ്മുടെ ദൈവത്തെ ഈ നിമിഷം നമ്മുടെ എല്ലാ കുറവുകളും അവിടുത്തെ മുന്നിൽ സമർപ്പിക്കാം. നിറഞ്ഞ കണ്ണീരോടുകൂടി തന്നെ നിമിഷം നമുക്കായിരിക്കുകയും ചെയ്യാം. അവിടുത്തെ സ്നേഹത്തെ വേദനിപ്പിച്ച നിമിഷങ്ങളെല്ലാം ഓർത്ത് അനുദപിക്കുന്ന ഭാവികളുടെ മേൽ അവിടത്തേക്ക് സ്വർഗത്തിൽ വലിയ സന്തോഷമുണ്ടാകുമെന്ന് പറഞ്ഞ വചനത്തേക്ക് ധ്യാനിച്ച് ഹല്ലേലൂയ, യേശുവേ നന്ദി. ഓരോ പ്രാർത്ഥനയിലും യാചനയിലും അന്വേഷണങ്ങളിലും ബുദ്ധിയുടെ തലത്തിലൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ കിട്ടുവാനായിട്ട് അല്ലെങ്കിൽ ഫലിക്കുവാൻ താമസിച്ചപ്പോഴൊക്കെ കർത്താവിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങൾ അനേകമാണ്. വ്യക്തമായ പദ്ധതിയോടുകൂടി ഓരോരുത്തരെയും ഭൂമിയിലേക്ക് സൃഷ്ടിച്ച നല്ല ദൈവം, നാം അറിയുന്നതിനേക്കാളും അന്വേഷിക്കുന്നതിനേക്കാളും ചോദിക്കുന്നതിനേക്കാളും മുട്ടുന്നതിനേക്കാളൊക്കെ മുന്നേ എല്ലാം തിരിച്ചറിയുന്ന കർത്താവ്, ആ ഒരു ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി അവിടുത്തെ തീരുമാനങ്ങൾ കാത്തു നിൽക്കാതെ നമ്മുടെയൊക്കെയും ആഗ്രഹങ്ങളിൽ ഇന്ന സമയത്തോടെ സാധിക്കാതെ വരുമ്പോഴൊക്കെ ഉള്ള ആ ദുഃഖങ്ങളെ ഓർത്തൊക്കെ ഈ നിമിഷം നമുക്കായിരിക്കും. നിരന്തരം പ്രാർത്ഥനയിലാണെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നുവെങ്കിലും ജീവിതത്തിലേക്ക് വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് പലപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ സന്നിധിയിൽ ഏത് പ്രതിസന്ധികൾ വന്നാലും
അവയെല്ലാം വിശ്വാസത്തോടു കൂടി തന്നെ നാം അവ ഏറ്റെടുക്കുമെന്നുള്ള വലിയ ബോധ്യം. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രാർത്ഥനയിലുള്ളവരുടെ, മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവരുടെ, ദൈവ ശുശ്രൂഷകരുടെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരുടെയൊക്കെയും ഒരു കടമയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ദൈവസന്നിധിയിൽ വലിയ വിശ്വാസത്തിൽ ഇപ്പോഴായിരിക്കാം. ആഴമായ ദൈവിക സ്നേഹം, വിശ്വാസം ഞങ്ങളിലേക്ക് ചൊരിയണമേ എന്ന് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ സ്തുതിക്കുന്നു, യേശുവേ ആരാധന, യേശുവേ നന്ദി. സ്നേഹബന്ധങ്ങൾ പോലും തകരുന്നതായ സ്വാർത്ഥ മോഹങ്ങളിൽ അകപ്പെട്ട നിമിഷങ്ങളിൽ, ജീവിതത്തിൻ്റെ ഒക്കെ തകർന്ന വേളകളിൽ കർത്താവിൻ്റെ മുന്നിലൊക്കെയും പരാതിപ്പെട്ട നിമിഷങ്ങൾ, യേശുവേ എൻ്റെ സ്വാർത്ഥ മോഹങ്ങളിലൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ വന്നു നിന്ന നിമിഷങ്ങൾ, മറ്റുള്ളവരെ അങ്ങിലേക്ക് അടുപ്പിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഞാൻ ദൈവമേ പലപ്പോഴും ആ ഒരു ഉത്തരവാദിത്തമൊക്കെ മാറിപ്പോയ നിമിഷങ്ങൾ, ഞങ്ങളെ കാണുന്നവർക്ക് അങ്ങയെ കാണിച്ചു കൊടുക്കുവാൻ യേശു അവിടുന്ന് ഞങ്ങളെ കടപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളല്ല, ആത്മീയമായിട്ടുള്ള ഉണർവാണ് ആവശ്യമാണ് നമുക്ക് വേണ്ടത് എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കും. ഇവിടുത്തെ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തിൽ, ക്ഷണികമായിട്ടുള്ള ഈ ജീവിതത്തിൽ നമുക്ക് നേരെ വരുന്ന എല്ലാ പ്രതിസന്ധികളും വചനത്തിലുടനീളം പ്രവാചകന്മാരും മുതലോ തിരഞ്ഞെടുക്കപ്പെട്ടവരും അപ്പസ്തോലന്മാരും ഒക്കെ എന്തെല്ലാം കഷ്ടതകൾ, വേദനകൾ, രോഗങ്ങൾ, പീഡനങ്ങൾ, പരിഹാസങ്ങളിലൂടെ കടന്നുപോയപ്പോൾ അവയെല്ലാം നമ്മുടെ ഉള്ളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും പലപ്പോഴും നമ്മളും അതിൽ നിന്നെല്ലാം മാറിപ്പോകുന്നു. ലോകത്തിൻ്റെതായ മോഹങ്ങളില്ല, മനുഷ്യരുടെ മഹത്വങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടൊക്കെ കർത്താവേ ഞങ്ങളും അങ്ങിൽ നിന്ന് അകന്നു പോകുന്ന നിമിഷങ്ങൾ, ഈ നിമിഷം ഞങ്ങൾ അങ്ങയുടെ തന്നെ സമർപ്പിക്കുകയാണ്. നിരന്തര സന്തോഷത്തോടു കൂടിയായിരിക്കുവാനായിട്ട് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണം. പലരെയും ഞങ്ങൾ വേദനിപ്പിച്ച നിമിഷങ്ങൾ ഓർക്കുന്നു. ചെറിയവരിൽ ആരെയും നീ അവഗണിക്കാതിരിക്കാൻ സൂക്ഷിക്കുക. കാരണം അവരുടെ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് നമ്മൾ ആരെയെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ, ചെറിയവരായിട്ട് കരുതിയിട്ടുണ്ടെങ്കിൽ ഈശോ നിമിഷം ഞങ്ങൾ അനുദപിക്കുകയാണ്. അവരുടെ ദൂതന്മാർ കർത്താവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എത്ര മഹത്തരമായ വചനങ്ങൾ. യേശുവേ നന്ദി. ഞങ്ങളുടെ കഴിഞ്ഞുപോയ എല്ലാ പാപങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഈ നിമിഷം അനുദപിക്കുന്നു. ഈശോയെ വിശ്വസ്തയോടെ, വിശുദ്ധിയിൽ, വിശ്വാസത്തോടു കൂടി തന്നെ തുടരുവാൻ, ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവമേ സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കട്ടെ. അനുതാപത്തോടെ സ്തുതിച്ച് അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. തീഷ്ണതയില്, വിശ്വാസത്തില്, നുറങ്ങുന്ന ഹൃദയത്തോടെ, കരയുന്ന കണ്ണീനോടുകൂടി തന്നെ കർത്താവിന്റെ സന്നിധിയിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിലേക്കൊക്കെ കടന്നു വരുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥന കൂടാതൊന്നും സാധിക്കില്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ ആരാധന. ദൈവമേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. 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 ഈശോയെ നന്ദി. ഈശോയെ ആരാധന. ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേ. ജീവിതമാകെ തകർന്നു പോകുന്ന അവസരം എങ്കിലും യേശുവേ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു, എന്നിൽ കനിയണമേ. കർത്താവ് എന്നെ ഒന്ന് താങ്ങണമേ അങ്ങയുടെ കരങ്ങളിൽ. അത് മതി എനിക്ക് യേശുവേ. വേറൊന്നുമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. തീഷ്ണതയില്, വിശ്വാസത്തില്. ഈശോയെ നന്ദി. സാവധാനങ്ങളെല്ലാം നീങ്ങിപ്പോകുന്നു. Power
കർത്താവേ സ്തുതിക്കുന്നു. അസ്ഥികളെല്ലാം ക്ഷയിക്കുന്നു, അസ്ഥികൾ പോലും ക്ഷയിച്ചു പോയി, ജീവിതമാകെ തകർന്നു പോയി. അസ്ഥികൾ പോലും കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ജീവിതമാകെ ഉള്ളങ്ങൾ നീറട്ടെ, തകർന്നു പോയി. കരുണ ലഭിക്കത്തക്ക തരത്തില് സ്തുതിക്കാം, സ്തുതിക്കാം, മഹത്വപ്പെടുത്തട്ടെ. യേശുവേ ആരാധന, ദൈവമേ സ്തുതിക്കുന്നു. ഉള്ളങ്ങളെല്ലാം നിങ്ങളുടെ കർത്താവേ സന്തോഷത്തിന്റെ നിമിഷങ്ങള്, ആരാധനയുടെ നിമിഷങ്ങള്. ഹല്ലേലൂയ, യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ആരാധന, ആരാധന, ആരാധന. അനുഭവിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകും നമുക്ക് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും മാറിപ്പോകുവാൻ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒന്ന് ചേർന്ന് ഒരു മനസ്സോട് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി കർത്താവേ, പശ്ചാത്തപിക്കുന്ന അനുഭവിക്കുന്ന ഹൃദയത്തിൽ നിന്ന് ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോകുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ബന്ധനങ്ങളും മാറിപ്പോയി എന്നുള്ള വലിയ വിശ്വാസത്തോടെ കർത്താവിനെ ഇപ്പോൾ സ്തുതിച്ച് മഹത്വപ്പെടുത്താം, ആരാധിക്കാം. ഹല്ലേലൂയ. നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ കർത്താവെ സ്തുതിക്കുന്നു. വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി കർത്താവേ എന്റെ ഭാരങ്ങളെല്ലാം നീങ്ങിപ്പോയി എന്നുള്ള വലിയ വിശ്വാസത്തോടു കൂടി, ശാപങ്ങളെല്ലാം നീങ്ങിപ്പോയി എന്നുള്ള വിശ്വാസത്തോടു കൂടി, രോഗങ്ങളെല്ലാം മാറിപ്പോകുന്ന കർത്താവിന്റെ കരസ്പർശനത്തിലുള്ള വിശ്വാസത്തോടു കൂടി നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ ആത്മാവിൽ നിറഞ്ഞ ഈ നിമിഷം സ്തുതിച്ചവിടുത്തെ ആരാധിക്കാം. നന്ദിയുടെ ഒരു ഗാനം ഒന്ന് ചേർന്ന് കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാനും ഇടപെടാതെ പ്രാർത്ഥിക്കുവാനും എല്ലാ കാര്യത്തിലും നന്ദി പറയുവാനും ഏർപ്പിച്ചിരിക്കുന്ന കർത്താവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്റെ ഭാരങ്ങൾ നീങ്ങിപ്പോയി സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ ഭാരങ്ങളെല്ലാം മഹത്വത്തിൽ വിശ്വാസത്തോടെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ നന്ദി. നീങ്ങിപ്പോയ എന്റെ ഭാരങ്ങൾ കർത്താവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. യേശുവേ ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങളടിച്ച് ദുഃഖങ്ങൾ മാറി, ഭാരങ്ങൾ മാറി, സൗഖ്യം ലഭിച്ചു. ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ പാടാം. നീങ്ങിപ്പോയി എന്റെ ഭാരങ്ങൾ, മാറിപ്പോയി എന്റെ ശാപങ്ങൾ, സൗഖ്യമായ എന്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും, സർവശക്തനായവനെ ചേർന്ന് ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ. ഞാൻ പാടിടും, യേശുവേ സർവശക്തനായവനെ. വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കട്ടെ. സന്തോഷം കർത്താവിൽ നിന്ന് സന്തോഷം അനുഭവിച്ച് യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലാണ്, യേശുവിൻ നാമം രക്ഷയാണ്, രക്ഷയാകട്ടെ. യേശുവിൻ നാമം ശക്തിയാണ്, യേശുവേ യേശുവിനെ വീണ്ടെടുത്തു. ഹല്ലേലൂയ. യേശുവിൻ നാമം വിടുതലാണ്,
യേശുവിൻ നാമം രക്ഷയായി, യേശുവിൻ നാമം ശക്തിയായി, യേശു എന്നെ വീണ്ടെടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ ഞാൻ പാടിടും, ഒരുമിച്ച് യേശുവിനെ ആരാധിക്കും. ആയിരിക്കുന്നിടങ്ങളില് ഹല്ലേലൂയ ഞാൻ പാടിടും, സ്തുതിച്ചുകൊണ്ട് സർവശക്തനായവനെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഞാൻ പാടിടും, പാടിയിടും യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. ഹല്ലേലൂയ. ശുദ്ധീകരിക്കട്ടെ യേശുവിന്റെ രക്തത്താല്, യേശുവിന്റെ തിരുവിനാവിലെ വെള്ളത്താല്. കർത്താവേ, അവിടുത്തെ കൃതാനുഭവങ്ങള്, പീഡാനുഭവങ്ങളാൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. നിറഞ്ഞ മനസ്സോടെ സന്തോഷം. യേശുവിൻ രക്തം ശുദ്ധിക്കാം, ഹല്ലേലൂയ. യേശുവിൻ രക്തം സൗഖ്യമാണ്, യേശുവിൻ രക്തം കഴുകലാണ്, യേശുവിൻ ഞാൻ ആശ്രയിക്കും. ഹല്ലേലൂയ. യേശുവിൻ രക്തം ശുദ്ധിക്കാം, ഈശോയേ. യേശുവിൻ രക്തം സൗഖ്യമാണ്, ഹല്ലേലൂയ. യേശുവിൻ രക്തം കഴുകലാണ്, ഈശോയേ. യേശുവിൻ ഞാൻ ആശ്രയിക്കും. ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവേ. യേശുവിനെ ആരാധിക്കും. വിടുതൽ പ്രാപിക്കട്ടെ, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, ബന്ധനങ്ങൾ അഴിയട്ടെ. സർവശക്തനായവനെ. ആവർത്തിച്ച് പാടാം. ഹല്ലേലൂയ ഞാൻ പാടിടും, യേശുവേ നന്ദി, യേശുവിനെ ആരാധിക്കും. യേശുവേ. ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായവനെ. ആവർത്തിച്ച് ഹല്ലേലൂയ ഞാൻ പാടിടും, ഈശോയേ. യേശുവിനെ ആരാധിക്കും. യേശുവേ നന്ദി, ഹല്ലേലൂയ ഞാൻ വാഴ്ത്തിടും, ഹല്ലേലൂയ. സർവശക്തനായവനെ. സന്തോഷത്തോടെ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ, പാടിടും, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ആരാധിക്കും. കൃപാകൃപയോടുകട്ടെ. ഹല്ലേലൂയ ഞാൻ യേശുവേ ആരാധന. സർവശക്തനായവനെ. ഹല്ലേലൂയ യേശുവേ ഞാൻ സ്തുതിക്കട്ടെ, പാടിടും, സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. യേശുവിനെ ആരാധിക്കും. ഹല്ലേലൂയ ഞാൻ പാടിടും, സർവശക്തനായവനെ. വലിയ കൃപയില്, നിറഞ്ഞ മനസ്സില്, ആത്മാവില്, ശരീരത്തില്, ഹൃദയം കൊണ്ട്, ശരീരം കൊണ്ട്. ഹല്ലേലൂയ, 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 ഓരോ ഹൃദയങ്ങൾ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് ശ്രദ്ധിക്കട്ടെ, സന്തോഷത്തോടെ ശ്രദ്ധിക്കട്ടെ. ഈ നിമിഷം ബന്ധനങ്ങൾ അഴിയുന്നു, കർത്താവ് ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകളെ മുറിയട്ടെ, പൊട്ടട്ടെ. യേശുവേ നന്ദി. തടസ്സങ്ങളെ മാറട്ടെ കർത്താവ്. ശരീരത്തിന്റെ രോഗത്തിന്റെ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിൽ രോഗശാന്തിയായി കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവെ നയിക്കണമേ, ആത്മാവ് ഞങ്ങളെയും നയിക്കണമേ, പരിശുദ്ധാത്മാവിനായി ഞങ്ങളെ നയിക്കണമേ, നിയന്ത്രിക്കണമേ. ആരാധന, 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 ആരാധന. സ്തുതി, 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 സ്തുതി. യേശുവേ ആരാധന, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ, 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 യേശുവേ. Praise the Lord. Praise the Lord. സന്തോഷമുള്ള മനസ്സിലേക്ക്, ശുദ്ധമായ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവ്, വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവ്, സ്ലീഹന്മാർ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ്, നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്ത, ഭൂമിയിൽ മറ്റാർക്കുമില്ലാത്ത, നമുക്ക് വേണ്ടി ഇവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യമായിട്ട് നമ്മോട് കൂടെ ആയിരിക്കുവാനായിട്ട് ആത്മാവിന് വേണ്ടി ഈ നിമിഷം ദാഹിക്കാം. എല്ലാ പാപങ്ങളും ഇവിടുന്ന് ക്ഷമിച്ചു, നമ്മുടെ ഇടനാവങ്ങളും ഇവിടുന്ന് സ്വീകരിച്ചു, നമ്മുടെ സ്തുതിപ്പുകളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സ്വീകാര്യമായെന്നുള്ള വലിയ വിശ്വാസത്തോടെ ആയിരിക്കുമ്പോൾ ഹൃദയവിശുദ്ധിയുള്ളവരിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരുമെന്ന് പറഞ്ഞ വചനം. ഈശോയെ
ഞങ്ങളുള്ളിലേക്ക് അവിടെ നിന്ന് എഴുന്നള്ളി വരണമേ. ജോർദാൻ നദിയിൽ അവിടുന്ന് പ്രാവിന്റെ രൂപത്തിലേക്ക് കടന്നു വന്ന കർത്താവി, പെന്തക്കോസ്ത് നാളിലെ കൊടുങ്കാറ്റായി കടന്നു വന്ന പരിശുദ്ധാത്മാവി, അഗ്നി ജ്വാലയായി അവിടുന്ന് ഇപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈശോയെ, അവിടുത്തെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാ വിശുദ്ധരിലേക്കും എല്ലാ അഭിഷിക്തരിലേക്കും അവിടുന്ന് ഒഴുക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ഞങ്ങൾ തന്നെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിൽ അനുഭവിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവി കടന്നു വരണമേ. ഞങ്ങളുടെ എല്ലാ മേഖലകളിലേക്ക്, പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്ക് ഞങ്ങൾ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലായ്പ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട്, സദാ പ്രാർത്ഥിക്കുവാനായിട്ട് ഈശോ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. അങ്ങനെ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ദൈവമേ നിരന്തരം എല്ലാ സമയങ്ങളിലും ഏത് സമയങ്ങളിൽ ഉണർന്നിരുന്നു കൊണ്ട് കർത്താവേ ആത്മാവിൽ നെടുവേർപ്പെട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ദൈവമേ അവിടുന്ന് ആത്മാവിനെ അയക്കണമേ, ഈശോയെ കൂടെ ആയിരിക്കുവാനായിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ കടന്നു വരണമേ. ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ, യേശു നമ്മെ കടപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ബോധപൂർവ്വം നിറവേറ്റുവാനായിട്ട്, വിജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യുവാനായിട്ട് പരിശുദ്ധാത്മാവേ ഞങ്ങളിലേക്ക് വരണമേ. നന്മ തിന്മകളൊക്കെ തിരിച്ചറിയുവാൻ വേണ്ട വിവേകത്തിന് വേണ്ടി ആത്മാവായ ദൈവം എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ആശ്വാസം ദൈവമേ അങ്ങാണ്, ഞങ്ങളുടെ വിശ്വാസം അങ്ങാണ്. ഈ പ്രതികൂലമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ കർത്താവേ, കൊറോണയുടെ കാലഘട്ടങ്ങളിലൊക്കെ ദൈവമേ ഞങ്ങൾക്ക് അവിടെ നിന്ന് പിടിച്ചു നിൽക്കുവാൻ തന്ന ധൈര്യത്തിന്, ആരോഗ്യത്തിന്, കൃപയ്ക്ക് ഈശോയത്തിന് നന്ദി പറയുകയാണ്. ദൈവമേ, അനേകം പേര് ഈശോയെ ഈ ഒരു അസുഖം കാരണമൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ ഒത്തിരി വിഷമിച്ച് കഴിയുന്നവരുണ്ട്. അവരെല്ലാം ഓർക്കുന്നു, സമർപ്പിക്കുന്നു. ഞങ്ങളുടെ അറിവിലെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ അയൽവക്കങ്ങളിലൊക്കെയും കർത്താവേ ആരെങ്കിലുമൊക്കെ വിഷമിച്ച് കഴിയുന്നുവെങ്കിൽ, വേദനയിലായിരിക്കുന്നുവെങ്കിൽ, രോഗത്തിലായിരിക്കുന്നുവെങ്കിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ദൈവം അവരിലേക്ക് കടന്നു ചെല്ലണമേ. അവരുടെ ഹൃദയങ്ങളെല്ലാം ഒരുക്കണമേ ഈശോയെ. എല്ലാം സഹിക്കുവാൻ, ക്ഷമിക്കുവാൻ, എല്ലാം തിരിച്ചറിവാനുള്ള കൃപ ഓരോരുത്തർക്കും നൽകണമേ. ആത്മാവായ ദൈവമേ ഞങ്ങളെ ഒഴുക്കണമേ, ഞങ്ങളിലേക്ക് ഒഴുകണമേ. കർത്താവെ കടന്നു വരണമേ. വലിയ വിശ്വാസത്തിന് വേണ്ടി, തീഷ്ണമായ അഭിലാഷത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. ആത്മാവിന്റെ ഒരു ഗാനത്തിലൂടെ അവിടുത്തെ അഭിഷേകത്തിന് വേണ്ടി ഈ ജ്വാലയായി നമ്മളിലേക്ക് കടന്നു വരുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ആത്മാവേ കടന്നു വരണമേ, അഗ്നി ജ്വാലയായി കടന്നു വരണമേ. സ്വർഗം തുറന്ന് ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. വിശ്വാസത്തോടെ, തീഷ്ണതയോടെ, ആത്മാവിന്റെ നിറവിന് വേണ്ടി സന്തോഷത്തോടെ ഒരുങ്ങാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങട്ടെ, പറന്നിറങ്ങണമേ. ഹല്ലേലൂയ. സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ ഈശോയെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകമുണ്ടാകുവാൻ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ. പറന്നിറങ്ങണമേ. ഈശോയെ സ്നേഹന്മാരിൽ നിറഞ്ഞതുപോലെ ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. നിറയണമേ, നിറയണമേ. ഈശോയെ കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. നിറയണമേ, നിറയണമേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ജോർദാൻ നദിക്കരയിലൊന്ന് പ്രാവിന്റെ രൂപത്തിൽ എനിക്ക് വന്ന പരിശുദ്ധാത്മാവേ അഭിഷേകമായി തീരട്ടെ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ അഭിഷേകങ്ങൾ കടന്നു വരട്ടെ. ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ഹല്ലേലൂയ. രോഗസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചനുഗ്രഹമേ. ഹല്ലേലൂയ. ജോർദാൻ നദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, രോഗസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ചനുഗ്രഹമേ. നിറയണമേ, നിറയണമേ, നിറയണമേ. കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ. നിറയണമേ, നിറയണമേ. ഈശോയെ നിറയട്ടെ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയട്ടെ, നിറയട്ടെ. ഹല്ലേലൂയ. യേശുവേ കൊടുങ്കാറ്റായി വീശട്ടെ. ആവി ഞങ്ങളുടെ മേലൊഴുക്കണമേ. പെന്തക്കോസ്ത് അനുഭവങ്ങൾ ആരാധന. ഹല്ലേലൂയ. പെന്തക്കോസ്ത്
നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹ മഴയായി പെയ്തിറങ്ങണേ. നാളിൽ കൊടുങ്കാറ്റിൻ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹ മഴയായി പെയ്തിറങ്ങണേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. സ്വർഗം തുറന്ന കർത്താവേ, ആത്മാവിനെ ഞങ്ങളുടെ മേൽ, ഞങ്ങൾക്കുള്ളവരുടെ മേൽ, ഞങ്ങളുടെ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ, ഞങ്ങളുടെ മക്കളുടെ മേൽ, ഞങ്ങൾക്കുള്ളവരുടെ കടന്നു വരണമേ. യേശുവേ, സഭയിലേക്ക് കടന്നു വരണമേ, അഭിഷേകത്തിലേക്ക് കടന്നു വരണം. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനും കണ്ണു തുറന്നിടണേ. ദൈവനുസിനെ പോലെന്നും എന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. സ്വർഗം തുറക്കുന്നതും ദൈവമിരിക്കുന്നതും കാണുവാനും കണ്ണു തുറന്നിടണേ. ദൈവനുസിനെ പോലെന്നും എന്നും ഞങ്ങളെ സത്യത്തിന്റെ സാക്ഷികളാക്കണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ബന്ധനങ്ങളഴിയട്ടെ കർത്താവേ, ഓരോ സന്ധിബന്ധങ്ങളിലേക്ക്, ശരീരത്തിന്റെ ഓരോ സന്ധിബന്ധങ്ങളിലേക്ക്, മത്സ്യമാംസങ്ങളിലേക്ക് കടന്നു വരട്ടെ കർത്താവേ. ഞങ്ങളുടെ എല്ലാ നിരങ്ങളിലേക്ക്, ഞങ്ങളുടെ എല്ലുകളിലേക്ക് രക്തം ഒഴുകട്ടെ 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 ഒഴുകട്ടെ. പരിശുദ്ധാത്മാവ് ഒഴുകണമേ ഒഴുകണമേ കർത്താവേ. സ്വീകരിക്കുവാനൊക്കെ വിശ്വാസം വിശ്വസിച്ച് ഞങ്ങൾ വളർത്തണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. യേശുവേ സ്തോത്രം. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവത്തിന്റെ ആ ഇടപെടലുകൾ, അനുഭവമൊക്കെ നമുക്ക് ലഭിച്ച നിമിഷം നന്ദിയോടെ ഓർക്കാം. ഈ നിമിഷം ദൈവമേ, ഞങ്ങളുള്ളിൽ വസിക്കുന്ന അങ്ങയെ തിരിച്ചറിയുവാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് ഞങ്ങളിലുള്ളത് കർത്താവ്, ഞങ്ങളിൽ വസിക്കുന്നത് അങ്ങ് ഞങ്ങളെ നിറച്ച പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ എടുത്തു കളയുവാനായിട്ട് ദൈവമേ സാത്താനെ അനുവദിക്കരുത്. അങ്ങനെ അനുവദിക്കാതിരിക്കുവാൻ യേശു അങ്ങ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാനാണ്. പ്രാർത്ഥന എല്ലാ മേഖലകളിലും നമുക്ക് സാധിക്കും. മനസ്സ് വെച്ചാൽ പ്രാർത്ഥിക്കുവാൻ എല്ലാവർക്കും എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ആത്മാവിലെ നെടുവീർപ്പിട്ട് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. അതും ഒരു പ്രാർത്ഥനയാണെന്ന് ഈശോ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. പത്രോസിനോടൊക്കെ പറഞ്ഞതുപോലെ ഉണർന്നിരുന്ന 1 മണിക്കൂർ പ്രാർത്ഥിക്കുവാനാണ് ഈശോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് സാധിക്കും. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മറ്റാവശ്യങ്ങളൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങാതിരിക്കും, എത്ര തീഷ്ണതയിൽ. അതുപോലെ ആരെങ്കിലുമൊക്കെ അസുഖത്തിലൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഉറക്കമൊന്നും വരാതെ നമ്മൾ അവർക്ക് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏത് നിമിഷം നമുക്ക് പ്രാർത്ഥിക്കും. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, യേശുവിൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉത്തരവാദിത്വം നിരന്തരം പ്രാർത്ഥിക്കുക. അതാണ് നമുക്ക് പ്രലോഭനങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്ന അടിസ്ഥാനം. ഹല്ലേലൂയ, യേശുവേ നന്ദി. അതുകൊണ്ട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ എല്ലാ സമയങ്ങളിലും, ഓരോ സന്തോഷത്തിന്റെയും ദുഃഖങ്ങളുടെയും സമയങ്ങളിലും, നമ്മുടെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളുടെ സമയങ്ങളിൽ, ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന നിമിഷങ്ങളിൽ, വെറുതെ ആയിരിക്കുമ്പോൾ, തിരക്കുള്ളപ്പോൾ എപ്പോഴും നമുക്ക് ആത്മാവിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. കർത്താവിനെ പ്രാർത്ഥിക്കുന്നവർക്ക് അവരുടെ ഓരോ ശുശ്രൂഷകൾ, അവർക്ക് എല്ലാ ജീവിതത്തിലും ആത്മാവിന്റെ അഭിഷേകമാണ്, നിറവ് ഉണ്ടായിരിക്കുകയും അവിടെ എല്ലാം 100 മടങ്ങ് ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രാർത്ഥന അനുഭവത്തിലേക്ക് ഇന്ന് നമുക്ക് കടന്നു വരാം. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സമർപ്പിച്ച് ഏതവസ്ഥയിലും എവിടെയുമായിക്കൂടെ, എത്ര വലിയ ബുദ്ധിമുട്ടുകളോ, സാമ്പത്തികമായിട്ടോ ക്ലേശങ്ങളോ, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളോ, തിരക്കോ എന്തു തന്നെയായിരുന്നാലും പ്രാർത്ഥിക്കുമ്പോൾ അവയൊക്കെ നമുക്ക് വളരെ നിസ്സാരമായിട്ടൊക്കെയും അതിനെ നേരിടുവാൻ വേണ്ടുന്ന കൃപ ദൈവം നമുക്ക് തരുവതെല്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം മറന്നു പോയതാണ്. അതുകൊണ്ട് ആ ഒരു വലിയ വിശ്വാസത്തിൽ കർത്താവിൻ്റെ
വലിയ അനുഗ്രഹം നമ്മുടെ മേൽ എല്ലാവരുടെ മേലുണ്ടാകുവാനായിട്ട് നമ്മുടെ ഓരോ സന്ദർഭങ്ങളിലും മേഖലകളിൽ, ഓരോ ഉദ്യമങ്ങളിലെ, യാത്രകളിലെ, ശ്രമങ്ങളിലെ, പ്രാർത്ഥനകളിലെ, കുട്ടികളുടെ പഠനങ്ങളിലെ, പരീക്ഷകളിലെ എല്ലാ ആവശ്യങ്ങളിലും എപ്പോഴും ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ച് വേണ്ടുന്ന കരുത്തിന്, അവയെങ്ങനെ നേരിടുന്നു വേണ്ടുന്നുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാവിൻ്റെ അഭിഷേകത്തിന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുകയും വീണ്ടും കണ്ടുമുട്ടി നമുക്ക് പ്രത്യേകം പരസ്പരം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശുശ്രൂഷ കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വളരെ അനുഗ്രഹപ്രദമായ ശുശ്രൂഷ നയിച്ചത് നമ്മുടെ സെൻറ്റ് പോൾസ് പ്രെയർ ഗ്രൂപ്പിൻ്റെ അസിസ്റ്റൻറ്റ് ലീഡർ റജി മാത്യു ബ്രദറാണ്. ബ്രദറിനെ പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കാം. അതുപോലെ നമുക്ക് ഇവിടെ പാടുവാനായിട്ടും ഇതിൻ്റെ കീബോർഡ് സിസ്റ്റങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത എല്ലാവരും പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർക്കാം. ഈ കുടുംബത്തിനെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, നമ്മൾ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ മനസ്സുകൾ, നമ്മുടെ വിശ്വാസത്തിൻ്റെ തലങ്ങളിലും ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ കടന്നുപോയി. അതുകൊണ്ട് നമ്മൾ ഈ വരുന്ന ആഴ്ച അതിലെ പ്രാർത്ഥന, അതായത് ഡിസംബർ 2 വ്യാഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ നമ്മൾ പ്രത്യേകമായിട്ട് നമ്മൾ സ്തുതി ആരാധനയോടൊപ്പം നമ്മൾ ആന്തരിക സൗഖ്യത്തിൻ്റെ മേഖലകൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഏകാന്തത, ഒറ്റപ്പെട്ടു പോയ സമയങ്ങൾ, വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് ഉണ്ണീശോയെ സ്വീകരിക്കുവാനുമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുവാൻ, നമ്മുടെ എല്ലാ ആന്തരിക മുറിവുകളെയും സുഖപ്പെടുത്തുവാനുള്ള വലിയ ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്ക് കടന്നു വരാം. അതുപോലെ മറ്റുള്ളവരെയും ഈ പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ട് വരാം. കർത്താവ് നമ്മളെ ഈ ശുശ്രൂഷയെ അതിശക്തമായിട്ട് പടുത്തുയർത്തുവാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈശോ